ഹലോ ഗായ്സ്, സോ 40 രൂപയുടെ 2 ടിക്കറ്റ് എടുത്ത് ട്രിവാൻഡ്രം സൂ കാണാനായിട്ടാണ് ഞാനും അമ്മയും ഉച്ചയ്ക്ക് ശേഷം പോയത്. രാവിലെ നമുക്ക് ട്രിവാൻഡ്രത്ത് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. സോ അമ്മ സൂ കണ്ടിട്ട് ഏകദേശം 2-3 വർഷങ്ങളായി. ഞാൻ പക്ഷേ കഴിഞ്ഞ വർഷം ലാസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അന്നത്തെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഒരുപാട് ബേർഡ്സിനെ ആനിമൽസിനെ ഒന്നും കാണാനില്ല. എനിക്കിങ്ങനെ ഭയങ്കര ഒരു ഇതായിട്ട് തോന്നിയില്ല. പക്ഷെ അന്ന് ഒരുപാട് ആനിമൽസ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് ഗരുഡന്മാരെയൊക്കെയാണ് ആദ്യം നിരീക്ഷിച്ച് പിന്നെ അതിനെപ്പറ്റി നമ്മൾ ഒരുപാട് സംസാരമൊക്കെ ആയി. അപ്പം നോക്കിയപ്പോൾ അതാ ഒരു ആർട്ടിഫിഷ്യൽ ഫോറസ്റ്റ് ഉണ്ടാക്കിയിട്ടേക്കുന്നു. ഇതിൽ എന്ത് സ്പീഷീസ് ആയിരിക്കും ഇടാൻ പോകുന്നതെന്നുള്ള ചർച്ചയായിരുന്നു പിന്നെ എനിക്കും അമ്മയ്ക്കും അവിടെ ഉണ്ടായിരുന്നത്. അപ്പോഴാണ് അതാ പിന്നെ കിടക്കുന്നത് ഈ ഒരു മുതലയാണ്. സോ ഇത് ഒറിജിനലാണോ, ഇത് വാ തുറന്ന് കിടക്കുന്നു, കണ്ണടയ്ക്കുന്നില്ല, അങ്ങനെ അതിനെ പറ്റിയുള്ള കൂലങ്കഷമായ ചർച്ചയാണ് അവിടെ നടന്നത്. അതിനുശേഷം എന്താ നോക്കിയാൽ ഈ കാണുന്ന സ്ഥലത്ത് നമ്മളൊരു 5 മിനിറ്റ് കൂടുതൽ നിന്ന് സംസാരിച്ച് കാണാം. കാരണം എൻ്റെ അമ്മയും ഞാനും ഒക്കെ ഇതിനെപ്പറ്റി കുറച്ച് ക്യൂരിയസ് ആണ് ഗൈസ്. ഇത് അരയണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞ താറാവാന്ന്. പിന്നെ ഒരു ആവശ്യമില്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കരണ്ടി നോക്കുന്നതായിരുന്നു നമ്മുടെ അടുത്ത ഹോബി. ഇത് നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം ഇതാ ഈ ഒരു പുള്ളിക്കാരൻ ഇതവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ആൻഡ് നമ്മുടെ നാട്ടിൽ ഇത് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ആ ഒരു മൂലയിൽ കിടന്ന പുള്ളിക്കാരൻ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് നന്നായിട്ട് തോന്നിയത് ഇത്രയും നാൾ ഈ ശലഭ പാർക്കിൽ പോകുമ്പോഴത്തേക്കും അധികം ഒന്നും കാണത്തില്ലായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം കുറേ വെറൈറ്റീസ് ഓഫ് ബട്ടർഫ്ലൈസ് ഞാൻ കണ്ടു. ഇത് നമ്മൾ ഇവിടെയൊക്കെ ഉള്ളത് തന്നെയാണ്, പക്ഷേ എല്ലാത്തിനും ഒരുമിച്ച് കാണാൻ പറ്റും. പിന്നെ നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു. എൻ്റെ അമ്മ പാട്ട് പാടി. അങ്ങനെയാണ് നമ്മളൊരു ആൻറ്റി കണ്ടത്.